മുറ്റത്തെ തൈമുല്ലപ്പൂക്കൾ ഞങ്ങൾ മുറ്റത്തെ തൈമുല്ലപ്പൂക്കൾ മുത്തിൻ വർണ്ണങ്ങൾ പോലെ തിളങ്ങും മന്ദാരപ്പൂവിൻ ദളങ്ങൾ ഞങ്ങൾ നന്മയുടെ നറുമണപ്പൂക്കൾ നന്മതൻ പൂക്കൾ ഞങ്ങൾ എങ്ങും നറുമണം വിതറും വർണ്ണങ്ങൾ നല്ല ശീലങ്ങൾ നൽകി ഞങ്ങളെ നല്ലവരായി വളർത്തിയിടണേ നാദ നല്ലവരായി വളർത്തിയിടണേ നാദ നല്ലവരായി വളർത്തിയിടണേ. മമ്പോലിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വാർഷികം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക ഉത്സവം തന്നെയാണ്. ഇവിടെ 12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു പ്രാഥമിക സ്കൂൾ LP സ്കൂൾ സ്ഥാപിക്കാനുണ്ടായ സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്ത്യൻ ഭരണഘടന ഓരോ വ്യക്തികൾക്കും കുട്ടികൾക്കും സൗജന്യമായും നിർബന്ധമായും 14 വയസ്സ് വരെ വിദ്യാഭ്യാസം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആ വ്യവസ്ഥയിൽ ചുരുങ്ങിയത് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടന്നു പോയാൽ വീട്ടിൽ നിന്ന് നടന്നാൽ ഒരു LP സ്കൂളിലേക്ക് എത്തണം എന്നും പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാളമ്പാറയെ സംബന്ധിച്ചിടത്തോളം പല ഭാഗത്തുള്ള കുട്ടികൾക്ക് 1 കിലോമീറ്റർ അല്ല 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നടന്നാൽ പോലും ഒരു LP സ്കൂളിലേക്ക് പോലും എത്താൻ സാഹചര്യമില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ നമ്മുടെ നാട്ടുകാരും മഹല്ല് കമ്മിറ്റിയൊക്കെ ആലോചിച്ച് ഒരു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് സൗകര്യം ഇവിടെ തുടങ്ങാം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. 12 വർഷം മുമ്പ് തുടങ്ങി. ഇന്ന് ഈ സ്ഥാപനം വളർന്നു വരുവായി 100 കണക്കിന് കുട്ടികളുള്ള വലിയൊരു സ്ഥാപനമായി. ഈ സ്ഥാപനത്തിന് അസ്മിയുടെ അംഗീകാരം ലഭിച്ചു. നമ്മൾ ഈ സ്ഥാപനം പൂർണ്ണമായും സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഒരു എയ്ഡഡ് മേഖലയിലുള്ള സർക്കാർ സ്കൂൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സർക്കാർ സ്കൂളല്ല, നമ്മുടെ AMLP സ്കൂൾ പോലെ ഒക്കെയുള്ള ഒരു എയ്ഡഡ് സ്കൂളാവാനുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ട പേപ്പറുകളും മറ്റൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് ശരിയാവാം, വളരെ പെട്ടെന്ന് ശരിയാവുന്ന സാഹചര്യം അല്ലെങ്കിൽ പോലും നിർബന്ധിതമായും നിയമപരമായും നമുക്ക് അവകാശമുള്ളത് കൊണ്ട് അത് കോടതിയിൽ പോയിട്ടാണെങ്കിൽ പോലും ഇവിടെ ഒരു എയ്ഡഡ് LP സ്കൂളിലേക്ക് ഇത് മാറ്റാൻ സാധിക്കുമോ എന്നുള്ള നമ്മുടെ ശ്രമമുണ്ട്. പിന്നീട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വെറും ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കുകയും ആ പഠിച്ചതിനെ പരീക്ഷാ പേപ്പറിൽ എഴുതി കുറേ മാർക്ക് വാങ്ങൽ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും എല്ലാ വസ്തുക്കളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലകളുടെ വികസനമാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വീട്ടിലെ രക്ഷിതാക്കളോട് എങ്ങനെ പെരുമാറണം, തൻ്റെ വീട്ടിലെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അയൽവാസികളോട് എങ്ങനെ പെരുമാറണം, നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂളുകൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ വളരെ വളരെ ശ്രദ്ധ പുലർത്തുന്ന സ്ഥാപനമാണ് മമ്പോലൂർ ഇംഗ്ലീഷ് മീഡിയം എന്ന് ധൈര്യമായി എനിക്ക് പറയാൻ സാധിക്കും. സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മഹല്ല് ഖാദി അബ്ബാസ് ഫൈസിയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കും. അടുത്തത് ആയിഷ റൈഫ അബ്ദുൽ നാസർ അരിമ്പ്ര ഹൗസ്. മമ്പോലുലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അഡ്മിഷനാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിഷ റൈഫ ഡോക്ടർ ഓഫ് അബ്ദുൽ നാസർ അരിമ്പ്ര. ഫാത്തിമ ജിയ ഡോക്ടർ ഓഫ് അബ്ദുൽ ജലീൽ പുത്തമ്പള്ളി. ഷസ അമ്പാട്ടുപറമ്പിൽ ഡോക്ടർ ഓഫ് മുനിയർ. ഫാത്തിമ ഷൻസ ഡോക്ടർ ഓഫ് മുനിയർ അമ്പാട്ടുപറമ്പിൽ. ഹംദാൻ അബ്ദുള്ള ഗ്രാൻഡ് സൺ ഓഫ് ഹംസ്റ്റ മാസ്റ്റർ ചെമ്പൻ ഹൗസ്. Next, I cordially invite Mr. O.P. Sharif sir. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്റ്റേജിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മമ്പോലുലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഭാരവാഹികളെ, അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ. PK അബ്ദുൽ ഗഫൂർ സാഹിബ് സംസാരിച്ചതുപോലെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോട് കൂടെ അവരുടെ ജന്മ കലാവാസനകളെ പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് കാലഘട്ടത്തിൽ
കഴിഞ്ഞ കാലങ്ങളെക്കാൾ അപേക്ഷിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി സാധ്യതകളുള്ള സമയമാണ്. ഭൗതികമായും ആധ്യാത്മികമായും ഒക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഒഴിഞ്ഞു കിടക്കുന്ന, നമ്മളിൽ ഉണ്ടാകുന്ന നമ്മുടെ വൈഭവങ്ങൾ അല്ലെങ്കിൽ ഭാവനകൾ അത് വളർത്തിയെടുക്കേണ്ടതും നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. നമ്മുടെ ഓരോ വ്യക്തിയിലും നമുക്ക് ഓരോ ഗുണങ്ങളും ചിലതൊക്കെ പരിപോഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഏത് മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങൾ വിവിധ തുറകളിലേക്ക് നാളെ നിങ്ങൾ മാറിപ്പെടുമ്പോൾ നമ്മുടെ 12ാമത് ആനുവൽ ഡേ സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെല്ലാ വർഷവും നടത്തുന്ന പോലെ തന്നെ നമ്മൾ ഇന്നും വിപുലമായി തന്നെയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. നമ്മളൊരു വർഷം നമ്മുടെ സ്കൂൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും നല്ല പങ്കാളിത്തം വഹിക്കുന്നതും നമ്മുടെ ഈ ഒരു ആർട്സ് പ്രോഗ്രാമിലാണ്. ഇന്നും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കഴിവ് കൊണ്ട് കുറച്ച് സമയം കിട്ടിയിട്ടുള്ളെങ്കിൽ പോലും നല്ല രീതിയിലുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ രീതിയിൽ തന്നെ ഇന്നൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് നിങ്ങൾക്കറിയാം, പഠനത്തോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ നേടിയെടുക്കുന്ന കുട്ടികളാണ്. അത് ചെറുപ്പം മുതൽ തന്നെ ഒരവസരം കിട്ടുന്നത് സ്കൂൾ വഴിയാണ്. അവർക്ക് നല്ല രീതിയിൽ അങ്ങനെയുള്ളൊരു കലാവാസന ഉണ്ട് എന്ന് ആദ്യം അറിയുന്നത് നമ്മൾ സ്കൂളത്തെ ടീച്ചർമാരും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും എല്ലാം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, മമ്പാലൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 12ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻ വ്യത്യസ്തമായ പല പ്രവർത്തനങ്ങളെ കൊണ്ടും ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അക്കാദമിക് നോൺ അക്കാദമിക് രംഗത്തും പല വ്യത്യസ്തമായ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെന്റ് ഭാരവാഹികൾ, ഈ സ്ഥാപനം ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഇതുവരെ എത്തിയതിൽ നിന്ന് വളരെ ഉന്നതമായ ലെവലിലേക്ക് നമുക്ക് സ്വപ്നം കാണണം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും കഠിനമായി പരിശ്രമിച്ച്, പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ വർഷം എന്ന് പറയുന്നത് മറ്റുള്ള വർഷത്തേക്കാൾ വ്യത്യസ്തമായി കൊണ്ട് നിങ്ങളെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മോറൽ സ്റ്റഡീസിൽ, ധാർമ്മിക പഠനത്തിൽ, മതവിദ്യാഭ്യാസത്തിൽ പ്രത്യേകം പ്രാമുഖ്യം നൽകിക്കൊണ്ട് തന്നെ എക്സാം ഓറിയന്റൽ സ്റ്റഡി ആയിക്കൊണ്ട് ക്യാരക്ടർ എഡ്യൂക്കേഷൻ നടത്തുകയുണ്ടായി. സ്കൂളിലെ രക്ഷിതാക്കളെ അഭിനന്ദിക്കുകയാണ്. ഒപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ മേഖലയിൽ നിന്ന് നല്ലൂർപ്പള്ളി, കർക്കിടാങ്കുന്ന്, ICS ഒക്കെയുള്ള ഈ മേഖലയിൽ നിന്ന് 20,880 രൂപ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് സ്വീകരിക്കുകയുണ്ടായി. അതിന് ഞാൻ ഈ സ്കൂളിൻ്റെ അധ്യാപകരെയും രക്ഷിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ കുട്ടികൾക്കുള്ള മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ കുട്ടികളുടെ ഈ നല്ലൊരു ദിവസം ഇവിടെ എന്നും ഓർമ്മപ്പെടുത്താൻ, എന്നും ഓർക്കാൻ, കുട്ടികളുടെ ജീവിതത്തിൽ ഒരു മധുരമുള്ള ദിവസമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് രക്ഷിതാക്കളായിട്ടുള്ള നിങ്ങളോട് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ അഡ്മിഷനും കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം മാത്രം ഉണർത്തിക്കൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തിത്വങ്ങളെ, ഇപ്രാവശ്യം ഡാൻസ് പഠിപ്പിക്കാൻ രജി മിസ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. എന്നാലും മറ്റുള്ള ടീച്ചേഴ്സ് അത്
അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഈ വൈകിയ വേളയിൽ ഒരു സുദീർഘമായ ഒരു പ്രസംഗത്തിനോ ഒന്നും ഇവിടെ പ്രസക്തിയില്ല. മാത്രമല്ല എന്നിലേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം നന്ദി പറയുക എന്നുള്ളതാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷയുടെ അനുമതിയോടുകൂടി ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. മണിമുത്ത് രാജ താജൽ അംബിയ
അംഗമലന്ന് തീയുതിമതിയാൽ അന്തിയുറങ്ങും ചന്തം മുന്തിയ ഗേഹമിലെത്തി സലാം ചൊല്ലാൻ വിധി തരൂ എന്നിൽ തുണ തരൂ, വിധി തരൂ എന്നിൽ തുണ തരൂ. അധിപതി രാജാ സുബ്ഹാനേ, പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിരപ്പൊൻ റൗള കാണാൻ ദാഹമാണ്. ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് റഹമത്തിൻ ചിന്തും പാത വരച്ച്, ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് റഹമത്തിൻ ചിന്തും പാത വരച്ച്, ഹൈറിലേറെ മികച്ചൊരു പതിയാൽ കനകസുവന മദീന ഇതാ. ഹൈറിലേറെ മികച്ചൊരു പതിയാൽ കനകസുവന മദീന ഇതാ. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിരപ്പൊൻ റൗള കാണാൻ ദാഹമാണ്. സ്വർഗത്തിൻ തോപ്പായി തിരുനബി അരുളിയ റഹ്മത്തിൻ മിമ്പറുമിടയിൽ നാദ, നിന്നിലായി സുജൂദിടുവാനും ഭാഗ്യമേക് പെരിയോനെ. നിന്നിലായി സുജൂദിടുവാനും ഭാഗ്യമേക് പെരിയോനെ. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിരപ്പൊൻ റൗള കാണാൻ ദാഹമാണ്. പ്രിയങ്കരനായ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഏതാനും ചില വരികളാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. വെട്ടം വെട്ടം പൊൻവെട്ടം കിയ കുതിക്കും പൊൻവെട്ടം, വെട്ടം വെട്ടം പൊൻവെട്ടം നിത്യവും എത്തും പൊൻവെട്ടം, വെട്ടം വെട്ടം പൊൻവെട്ടം അഴകുള്ളൊരു പൊൻവെട്ടം. അന്നല കണ്ണ കണ്ണിൽ കിനാവുണ്ടോ, കാതിൽ മിയാവുണ്ടോ. അണ്ണാര കണ്ണ അന്നല കണ്ണ വെള്ളാര കുന്നിര പൊന്നോര തുമ്പികൾ കിന്നാരം ചൊല്ലുന്ന പൊന്നരയല്ലേ. കിന്നരി പൂക്കളിൽ മുത്താര തൂങ്ങും കുന്നരി പ്രാവിൻ്റെ ചിങ്കാരിയല്ലേ. സ്വർണ്ണക്കിനാവല്ലേ വർണ്ണചിരതല്ലേ, സ്വർണ്ണക്കിനാവല്ലേ വർണ്ണചിരതല്ലേ. പൂക്കൈന കാട്ടിൽ പൂമര ചോട്ടിൽ കണ്ണി നിലാവല്ലേ. അണ്ണാര കണ്ണ അന്നേര കണ്ണ, അണ്ണാര കണ്ണ അന്നേര കണ്ണ കണ്ണിൽ കിനാവുണ്ടോ, കാതിൽ മിയാവുണ്ടോ. അണ്ണാര കണ്ണ അന്നേര കണ്ണ.